മോനെ രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ കുന്നത്തൂരിലത്ത് ഡോക്ടർ വിഷ്ണു നമ്പൂതിരിയുടെ ശ്രീ മൂകാംബിക ജ്യോതിശാലയം പറവൂർ കണ്ണൻകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് കിഴക്കേ നടയിൽ പ്രവർത്തനം ആരംഭിച്ചു. ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് പ്രവർത്തനം. ഫോൺ നമ്പർ 9388605541. നിർമ്മാണം പൂർത്തിയായ വീടിന് നമ്പറിട്ട് കിട്ടുന്നതിന് വേണ്ടി അപേക്ഷിച്ച് 2 മാസമായിട്ടും കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് വള്ളുവള്ളി കളത്തിപ്പറമ്പ് സുനിൽ അഗസ്റ്റിൻ പഞ്ചായത്തിനു മുന്നിൽ ഒറ്റയാൾ പ്രതിഷേധം നടത്തി. ലിവർ കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടത്തിയതായും പ്രത്യേക പരിഗണന ലഭിക്കണമെന്നും സുനിൽ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും പഞ്ചായത്ത് അധികൃതർ പരിഗണിച്ചില്ലെന്ന് സുനിൽ ആരോപിക്കുന്നു. 15-ാം വാർഡംഗം ബിന്ദു ജോർജ് നിരവധി തവണ ഈ വിഷയം പഞ്ചായത്തിൽ ഉന്നയിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല. ഉദ്യോഗസ്ഥർ സുനിലിന്റെ വീട്ടിലെത്തി സ്ഥലം കാണുകയും നമ്പറിട്ട് കൊടുക്കുന്നതിനുള്ള ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. രോഗിയായ സുനിലിനെ പഞ്ചായത്തിനു മുന്നിൽ കൊണ്ടിരുത്തി സമരം ചെയ്യേണ്ട അവസ്ഥയിലെത്തിച്ച പഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനുമെതിരെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കണമെന്ന് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് VH ജമാൽ ആവശ്യപ്പെട്ടു. 5 മാസമായിട്ടും വീടുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും നമ്പറിട്ട് നൽകാത്ത നിരവധി അപേക്ഷകൾ പഞ്ചായത്തിൽ കെട്ടിക്കിടക്കുന്നതായും ജമാൽ ആരോപിച്ചു. ഈ അപേക്ഷകൾ ഒരാഴ്ചക്കുള്ളിൽ തീർപ്പാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രതിപക്ഷ സമരവുമായി മുന്നോട്ടു പോകുമെന്നും ജമാൽ മുന്നറിയിപ്പ് നൽകി. പെർമിറ്റിന് കൊടുത്തിട്ട് എനിക്ക് 5 മാസത്തോളമായി ഇപ്പൊ കയറി ഇറങ്ങി കിടക്കുന്നുണ്ട്. വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 10 മിനിറ്റ് നിൽക്കുന്ന പറഞ്ഞ് ഇപ്പൊ നിർത്തിയേക്കണേ. എത്ര ദിവസം? എത്ര മാസമായി? 5 മാസത്തോളമായി. 5 മാസത്തോളമായി. അനാവശ്യമായ കാര്യങ്ങൾക്ക് അത് പെട്ടെന്നുള്ള തീരുമാനമാണ് എടുക്കുന്നത്. കാരണം ഇപ്പൊ നമ്മുടെ വാർഡുകളിലും വെളിച്ചമില്ലാതെ ഇരുട്ടി കിടക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഇലക്ട്രീഷ്യന്മാരെ അനാവശ്യമായ കാരണത്താൽ അവർക്ക് ശമ്പളം കൊടുക്കാതെ അവരെ പിരിച്ചുവിട്ട ഒരു നടപടിയാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഈ വ്യക്തി ഇതേപോലെ തന്നെ ഈ കിഡ്നി മാറ്റിവെച്ച് ലിവർ മാറ്റിവെച്ച് കണ്ണിൻ്റെ ഓപ്പറേഷനൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഈ ആൾക്ക് ചെറിയൊരു സ്ഥലം വാങ്ങിച്ചു കൊടുത്തിട്ട് ഇയാൾ ഒരുപാട് കടങ്ങളുള്ള ആളായിരുന്നു. അതൊക്കെ തരണം ചെയ്തൊക്കെ മാറി അയാൾ ഇവിടെ വന്ന് പഞ്ചായത്തിൽ വന്ന് ഇത്ര നാളും നടന്നിട്ട് ഇത് ചെയ്തു. ഇയാൾ ഈ രോഗിയായി ഇയാൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത്? ഇത്ര അതൊരു ചെറിയ ഒരു കൂര ആസ്പെറ്റോസാണ് ആ വീട്. മുകളിൽ മറ്റേ കോൺക്രീറ്റ് ഒന്നുമില്ല, വെറും ഷീറ്റ് വർക്ക് ചെയ്ത് ചെറിയൊരു തറയും കെട്ടിയിട്ട് അതിനാണ് കിടക്കുന്നത്. അതായത് ഭാര്യ ജോലിക്ക് പോയിട്ട് വേണം അവർ കുടുംബം കഴിയാൻ. അങ്ങനെ ഒരാളെയാണ് ഇവർ ഈ ബുദ്ധിമുട്ടിച്ചത്. എന്താ പറയുന്നത്? ഇതിനെക്കുറിച്ച് എന്താ പറഞ്ഞു? ഞാൻ ഈ വ്യക്തിയെ വ്യക്തമായിട്ട് അറിയണതാണ്. അദ്ദേഹം കിഡ്നി ട്രാൻസ്പ്ലാന്റ് ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് എനിക്ക് വ്യക്തിയാണ്. അയാൾ ഇത്ര 10-15 ദിവസങ്ങൾ 10-15 1 മാസത്തോളം ഇതിൻ്റെ പുറകെ നടക്കുന്നത്. ഇവിടെ വന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നടത്തിയാണ്. ഇതിനവിടെ ഇവിടുത്തെ ഓഫീസറുടെ വെരിഫിക്കേഷൻ നടത്തി മെഷർമെൻറ്റ് എടുത്തിട്ട് വന്നതാണ്. എന്നിട്ടും രണ്ടാമത് ഇന്നലെ മെഷർമെൻറ്റ് എടുക്കാൻ വരുമെന്ന് പറഞ്ഞു. അത് കാരണമാണ് ഇന്ന് ധർണയ്ക്ക് തയ്യാറായതുകൊണ്ടാണ്. ഇത് ഇവിടെ മുഴുവൻ നടക്കുന്ന അഴിമതിയാണ്. മുഴുവൻ ഏത് വാരി പറ്റുന്ന അഴിമതി മുഴുവൻ നടക്കുന്നത്. ഒരു കാര്യവും കൃത്യമായിട്ട് നടക്കുന്നില്ല. ഞാൻ ഇവിടെ വന്ന് വഴക്കിടയ്ക്കുകയാണ്. ഒരു ടാക്സ് അടയ്ക്കുന്ന സെപ്റ്റംബറിൽ ടാക്സ് അടയ്ക്കുന്ന ഫൈൻ എടുത്ത പാർട്ടി അവിടെ സെപ്റ്റംബറിൽ 22 പൈസ അടയ്ക്കുന്നതിന് ഫൈൻ എടുത്തതാണ്. അതിന് തർക്കിച്ചിട്ട് ഈ സെക്രട്ടറി സമ്മതിക്കുകയും ചെയ്തതാണ്.